ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജീരയുടെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭീമിൻ്റെ കുട്ടിക്കാലത്തെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ അവനൊരു സ്ഥലം വരെ വന്നേക്കാണ്. ഭീമാണെങ്കിൽ അവൻ്റെ അമ്മയുടെ ടേപ്പ് റെക്കോർഡറും ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് അവൻ്റെ അടുത്തേക്ക് പ്രിമ്മ് വരുന്നുണ്ട്. പ്രിമ്മിൻ്റെ അച്ഛനെ കാണാനായിട്ടാണ് ഭീമിൻ്റെ അച്ഛൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. പ്രിമ്മും ഭീമും കുട്ടിക്കാലം തൊട്ടേ ഫ്രണ്ട്സാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. എന്തായാലും ഭീമിനെ കാണുന്നതും പ്രിമ്മ് ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാണാനായിട്ടൊക്കെയാണ് ഇങ്ങനെ വന്നേന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ ആ ഒരു ടേപ്പ് റെക്കോർഡ് ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി, അത് വർക്കാവുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവനപ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. അവനല്ല വിഷമമുണ്ടോ ശരിയാക്കാൻ പറ്റാത്തതിൽ. ഇമ്മപ്പോൾ നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നത് അത് ഉപയോഗിച്ചല്ലല്ലോ, ഇത് ഉപയോഗിച്ച് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഉള്ളത് വെച്ചിട്ട് ഒരു പാട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ഹെഡ്സെറ്റ് അവളും വെക്കുന്നുണ്ട്, അടുത്തൊരെണ്ണം അവനും വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ പ്ലേ ചെയ്ത പാട്ട് അവന് ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ ഇതൊരു നല്ല പാട്ടാണെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നതാണെന്ന് ഇങ്ങനെ പറയാണ്. അതേ ടൈമിന് അവൻ്റെ അമ്മയുടെ അവിടെ ടേപ്പ് റെക്കോർഡർ നേരെയാക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാ സങ്കടവും അവൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് നീ കരഞ്ഞോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഇല്ല, ഒരു മാസ്റ്റർ ഒരിക്കലും കരയാൻ പാടില്ല, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ട ആൾക്കാർ കാണാൻ പാടില്ല എന്ന് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അവളപ്പോൾ അതിന് ഞാൻ വല്ലവരൊന്നും അല്ലല്ലോ, ഞാൻ കണ്ടെന്ന് വെച്ചപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നീ ഒരു മനുഷ്യനല്ലേ, എല്ലാവരും വരെ നിനക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ശരിയാക്കാനുള്ള ഏതെങ്കിലും കടയുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാമെന്നും പറയുന്നുണ്ട്. പിന്നീട് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ എപ്പിസോഡിൽ പ്രിമ്മളുടെ അച്ഛൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഭീമിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അവളുടെ കുറേ സ്റ്റുഡൻസ് ഒക്കെ ചേർന്നിട്ട് മന്ത്രങ്ങളും സംഭവങ്ങളൊക്കെ പോലെ വെച്ചിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പോവാണെന്നുള്ളൊരു കാര്യം, അതിന് ഭീമിൻ്റെ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഭീമും ജെറ്റും ചാണും പിന്നെ കെമ്മും കൂടെ ആയിട്ട് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ പ്രിം അവിടെ ഉണ്ടായിരുന്നു. പ്രിമ്മും ഭീമും തമ്മിലുള്ള സംസാരം കാണുമ്പോഴേ കെമ്മിനാണെങ്കിൽ നല്ല ജലസാവുന്നുണ്ട്. ആ ടൈമിന് ജെറ്റിനോട് ഭീമാണെങ്കിൽ നീ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജെറ്റാണെങ്കിൽ ചാണിനെയും കെമ്മിനെയും വിളിച്ചുകൊണ്ട് ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നുണ്ട്. അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവർ ഈ ഒരു പെർഫോമൻസ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലം, ഇവിടെ മുമ്പാണെങ്കിൽ ഏതൊക്കെയോ കുറേ ആൾക്കാരെ അവരെന്തോ മോശക്കാരാണ്, എന്തോ തെറ്റ് ചെയ്തവരാണ് എന്നിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു രാജാവ് ആജ്ഞാപിച്ചനുസരിച്ച് കൊന്നു കളഞ്ഞതാണ്. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അതേ ഒരു നടന്ന സംഭവത്തെക്കുറിച്ച് തന്നെ ആസ്പദമാക്കിയിട്ട് അതിൻ്റെ പെർഫോമൻസ് ഇവരിങ്ങനെ സ്റ്റുഡൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആത്മാക്കൾ ഇപ്പോഴും ഈ ഏരിയ തന്നെയുണ്ട്. ചാണും കെമ്മും ഈ നാട്ടിലുള്ളവരല്ല, അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് സഹായിക്കാൻ വേണ്ടി വന്നത് മാത്രമാണെന്ന് ആ ഒരു ആത്മാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നടത്തണം എന്നൊരു ഇതിലാണ് അവരിപ്പോൾ പ്രാർത്ഥിച്ചത്. എന്നിട്ട് ജെറ്റാണെങ്കിൽ ഇതുപോലെ കുറേ പേരെ കൊന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ ടൈമിന് കെമ്മിന് ആ ഒരു ആത്മാക്കളെല്ലാം അവിടെയുള്ള പ്രസൻസ് അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ജെറ്റ് നിനക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവനിപ്പോൾ അതേന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ആയിട്ടൊരു സ്ഥലത്ത് റാമ്പുങ്ങ് പെട്ടെന്ന് നിൽക്കുന്നതായിട്ട് കെമ്മിന് തോന്നുന്നുണ്ട്. പേടിച്ചിട്ട് അവൻ്റെ കഴുത്തി കിടക്കുന്ന ഒരു മാലയിലേക്കൊന്ന് പിടിക്കുന്നുണ്ട്. ഇവൻ്റെ ടെൻഷൻ കണ്ടിട്ട് ചാണും ജെറ്റും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ അവരൊന്നും തന്നെ കാണുന്നില്ല. ഇതായിട്ടാണ് ഭീമ് പ്രിമ്മിൻ്റെ അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവർക്ക് ഓരോ മന്ത്രങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ സ്ഥലം മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്, ഇവിടെയുള്ള ആത്മാക്കൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നൊക്കെ. ആ സമയം പ്രിമ്മിന് വേറെ വർക്ക് വരുന്നുണ്ട്, അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കെമ്മ സമയം ഭീമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് റാമ്പുങ്ങ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെയുള്ള മറ്റു ആത്മാക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ട് നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നിനക്ക് പേടിയുണ്ടല്ലേ, പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. കെമ്മപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ വെയിറ്റ് ചെയ്ത് നിനക്കത് മനസ്സിലാവുമെന്ന് ഭീമു അറിയുന്നുണ്ട്. എന്നാൽ കെമ്മ് വീണ്ടും ടെൻഷനായി ഇരിക്കുന്ന കാണുമ്പോൾ ഭീമ് അവൻ്റെ കയ്യിൽ ചരട് അഴിച്ചിട്ട് അത് കെമ്മിന് കെട്ടി കൊടുക്കുന്നുണ്ട്. കെമ്മിൻ്റെ അടുത്ത് ഇത് ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല, നീ ഇത് കൊണ്ട് കളയരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ സമയം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡൻസിൽ ഒരാൾ താഴേക്ക് നിന്ന് വീഴാണ്. ആളുടെ കയ്യിലുണ്ടായിട്ടൊരു പെയിൻറ്റിങ് മുറിഞ്ഞു പോകുന്നുണ്ട് രണ്ടായിട്ട്. അത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുകയാണ് ഭീമും കെമ്മും കൂടെ ആയിട്ട്. പെട്ടെന്ന് അവിടെ പക്ഷേ ശക്തമായിട്ട് കാറ്റൊക്കെ ഭയങ്കരമായിട്ട് വീശാൻ തുടങ്ങുന്നുണ്ട്. അവിടെ കെട്ടി ചെയ്യുന്ന കമ്പ് കൊണ്ടുള്ള സംഭവമല്ല, മറിഞ്ഞു വീഴാനായി പോവാണ്. പക്ഷേ എങ്ങനെയൊക്കെ ഭീം അതിങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ആ സമയം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് പ്രിമ്മാണെങ്കിൽ വാ നിൻ്റെ മുറിയിൽ മരുന്ന് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഭീമ് കുഴപ്പമില്ല എന്ന് പറയാണ്. കെമ്മും മരുന്ന് വയ്ക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രിമ്മാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ ടൈമിന് ആ പെയിൻറ്റിങ് മുറിഞ്ഞു പോയ സങ്കടത്തിൽ താഴെ വീണ് പോയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എമ്മാണെങ്കിൽ എനിക്കത് വേണമെങ്കിൽ വീണ്ടും വരച്ചു തരാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ഭീമും പ്രിമ്മും കൂടെ ഇട്ട് മറ്റൊരിടത്തേക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന നേഴ്സായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവൻ്റെ മുറിവൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പോയി കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതേ ടൈമിന് കെമ്മ അവിടെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഈ ഒരു പെയിൻറ്റിങ് വരച്ചു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് വരാണ് പ്രിമ്മിൻ്റെ ബ്രദർ വന്നിട്ട് പ്രിമ്മിനാണെങ്കിൽ കൊടുക്കുക ഒരു സ്പീച്ചിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അതിങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭീമിനോടൊന്ന് സംസാരിച്ച് നേരെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കെമ്മിൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നുണ്ട്. ആ സമയം ഭീമിൻ്റെ അടുത്ത് ഈ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് ഒരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എന്നാൽ അതൊന്നും ഭീം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഭീമിൻ്റെ നോട്ടം മൊത്തം കെമ്മിൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്ന പോങ്ങിനെയായിരുന്നു. അവനെന്നെ ജലസും വരുന്നുണ്ടായിരുന്നു.
ഇത് കാണിക്കുന്നത് ജെറ്റിനെയും ഷാനിനെയാണ്. അവരിപ്പോൾ പുറത്തോട്ടത്ത് അവരെ വണ്ടി ഇട്ടേക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ പെയിൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നല്ലത് നോക്കി എടുത്ത് നമുക്ക് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഷാനാണെങ്കിൽ ജെറ്റിനെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. ജെറ്റാ സമയം ഏതോ ഒരു പെയിൻറ്റ് ഇങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കുമായിരുന്നു നല്ലതാണെന്ന് അറിയാനായിട്ട്. അതിലപ്പോൾ കുറച്ചെടുത്തിട്ട് അവൻ നേരെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഷാനിൻ്റെ കണ്ണാടിയിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഷാനപ്പോൾ എന്ത് ചെയ്യുവാന്നിങ്ങനെ ചോദിച്ചിട്ട് ആ ഒരു കണ്ണാടി ഇങ്ങനെ ഊരിട്ട് തുടയ്ക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജെറ്റാണെങ്കിൽ ഷാനിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കണ്ണാടി വയ്ക്കാത്ത സമയത്ത് നിന്നെ കാണാൻ ശരിക്കും നല്ല അടിപൊളിയാണെന്ന് ആരെങ്കിലും മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഷാൻ ബ്ലഷ് ആവുന്നുണ്ട്. കാരണം ഷാനാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിൽ അവൻ്റെയും ജെറ്റിൻ്റെയും കഴിഞ്ഞ ജന്മം കണ്ടതാണ്. ആ കഴിഞ്ഞ ജന്മത്തിലും ഇതേ സെയിം ഡയലോഗ് ജെറ്റാണെങ്കിൽ ചാണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ രണ്ടുപേരും പെൺകുട്ടികളായിരുന്നെങ്കിലും അതിൽ ചാണായിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയാണെങ്കിൽ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണാടി അയച്ച ടൈമിന് ജെറ്റായിട്ടിരുന്ന ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇന്ന കണ്ണാടി ഇല്ലാതെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണെന്ന്. ജെറ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടതും ചാണിന് കഴിഞ്ഞ ജന്മത്തിലും ഇതുപോലെ ജെറ്റ് അവനോട് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർമ്മ വരാണ്. അങ്ങനെ നീ എന്തൊക്കെയാണ് പറയുന്നത്, ചുമ്മാ ഓരോന്ന് പറയില്ലേ, ജിന്നെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ജെറ്റിൻ്റെ പേര് ജിന്നെന്നായിരുന്നു. ഞാൻ അറിയാണ്ട് ജെറ്റിൻ്റെ പേര് മാറി വിളിച്ചു എന്ന് ചാണിന് മനസ്സിലാവുന്നതും അല്ലെങ്കിൽ ആ ഉദ്ദേശം ജെറ്റെന്നാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ജെറ്റപ്പോൾ പിന്നെയും ജിന്ന്, ഇവൻ ആരെ ഈ ജിന്നിങ്ങനെ ഇരുന്ന് പറയുന്നത് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് എന്തായാലും ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് എല്ലാവരും ആ ഒരു പെർഫോമൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിന് അവിടെ സൈഡിലായിട്ട് റാമ്പുങ് നിൽക്കുന്നത് കെമ്മ് കാണുന്നുണ്ട്. റാമ്പുങ്ങിനെ ജെറ്റിനും കാണാൻ പറ്റുന്നുണ്ട്. ജെറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതാണോ റാമ്പുങ് എന്ന്. ആ ടൈമിന് ഭീമിനും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ജെറ്റാസമയം ഭീമിൻ്റെ അടുത്ത് നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭീമാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അതേസമയം റാമ്പുങ് ആണെങ്കിൽ എന്തോ ചെയ്യാനുള്ള രീതി തന്നെ എന്തോ മന്ത്രം എന്തൊക്കെയോ പ്രയോഗിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അവൾക്കെന്തോ ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. അവൾ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റുഡൻസ് പെർഫോം ചെയ്യുന്നത് അവിടെ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ആൾക്കാരുടെ ക്യാരക്ടറായിട്ടാണ്. അതേ സെയിം ആൾക്കാരുടെ ആത്മാക്കൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ വന്നിട്ട് റാമ്പിങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി പോലത്തെ എന്തോ സംഭവം ഉപയോഗിച്ച് കുത്തിയൊക്കെ ചെയ്യാണ്. അവളെ ഉപദ്രവിക്കുന്നുണ്ട്. ആ ഒരു ആത്മാക്കളെ ഒന്നും തന്നെ ജെറ്റിന് കാണാൻ പറ്റുന്നില്ല. കെമ്മിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഭീമിനും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റാമ്പുങ് താഴേക്ക് ചെന്ന് വീണതും മാങ്ങിപ്പോയതും ഒക്കെ മാത്രമേ ജെറ്റ് കണ്ടോളൂ. ജെറ്റ് അതുകൊണ്ട് ഭീമിൻ്റെ അടുത്ത് നിങ്ങൾ മന്ത്രം ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവളെ ഓട്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല. ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇവിടെയുള്ള ആത്മാക്കളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ ശിക്ഷ കിട്ടിയിരിക്കും, അതാണ് അവർക്കിപ്പോൾ കിട്ടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ആ പ്രോഗ്രാം എല്ലാം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചു പോകാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതേസമയത്ത് റാമ്പുങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോൾ അവളുടെ ലോകം എന്ന് പറയാം, അതായത് അവൾ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു സ്ഥലം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു ആത്മാക്കൾ കാരണം ഇങ്ങനെ വയലിൽ കുത്തൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോരയൊക്കെ ഛർദ്ദിച്ചിട്ട് അവളിങ്ങനെ കിടക്കുവാണ്. അടുത്ത തവണ ഞാൻ നിന്നെ വിടത്തില്ല എന്നും അവളിങ്ങനെ പറയുന്നുണ്ട്. ഭീമിനെ കാണിക്കുമ്പോൾ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവനൊരിടത്തേക്ക് ചെന്നിരിക്കുകയാണ്. ആ ടൈമിൽ അവൻ്റെ അടുത്തേക്ക് പ്രിമ്മും വന്നിരിക്കുന്നുണ്ട്. പ്രിമ്മിന് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാനായിട്ട് ഭീമും അറിയുന്നുണ്ട്. അങ്ങനെ പ്രിമ്മും അറിയുന്നുണ്ട്. അത് പിന്നെ എനിക്കാണെങ്കിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്, കുറേ നാളെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എനിക്ക് നീയുമായിട്ട് ഒന്നിക്കാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഭീം അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ആ സമയം പ്രിമ്മാണെങ്കിൽ സോറി എനിക്കറിയാൻ ചാൻസ് ഇല്ലാന്ന്, പിന്നെ നമ്മൾ മുമ്പത്തെ പോലെ അത്രയും ക്ലോസ് അല്ലാന്ന് അറിയാം, പക്ഷേ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ നമ്മളെപ്പോഴും ഫ്രണ്ട്സായിട്ട് മാത്രമേ ഇരുന്നിട്ടുള്ളൂ എന്നിങ്ങനെ പറയാണ്. ഇതേ ടൈമിന് ഇതെല്ലാം തന്നെ കേട്ടോണ്ട് അവിടെ കെമ്മസായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രിമ്മാണെങ്കിൽ ഒരു കവർ കൊടുത്തിട്ട് നീ എന്തായാലും ആലോചിക്കുക, എനിക്ക് പിന്നീട് ഒരു മറുപടി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. ആ സമയം കെമ്മ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭീം അവനെ കണ്ടിട്ട് കെമ്മിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കെമ്മാണെങ്കിൽ അത് പിന്നെ പോങ്ങാണെങ്കിൽ വൈകുന്നേരം അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളടുത്ത് പെർമിഷൻ ചോദിക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നീയോ അവന് മാത്രമാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ജെറ്റും ചാണും കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ആ പൊക്കോ, പിന്നെ നീയാണെങ്കിൽ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെല്ലാവരും വലുതായ പിള്ളേരല്ലേ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പോങ്ങിനായിരിക്കും വഴക്കുറയാ, കാരണം അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത്, അതുകൊണ്ട് അവൻ നിന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പൊക്കോളാനായി പറയുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ ആ ഒരു കയ്യിൽ നേരത്തെ കെട്ടിക്കൊടുത്ത ചരട് തിരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ വേണ്ട, നീ വൈകുന്നേരം വന്നിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം പോങ്ങാണെങ്കിൽ ഇവരെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്. ആ സമയം ജെറ്റാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോങ്ങാണെങ്കിൽ ഇല്ല കെമ്മിരിക്കട്ടെ, എനിക്കാണെങ്കിൽ റൂട്ട് മാപ്പ് അവൻ നോക്കിയിട്ട് പറഞ്ഞു തരട്ടെ എന്ന് പറയുന്നുണ്ട്. ചാണാണെങ്കിൽ ജെറ്റിനെയും കൊണ്ട് ബാക്കിലേക്ക് കയറി ഇരിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം ചാണ് പറയുന്നുണ്ട് പോങ്ങും കെമ്മും തമ്മിൽ എന്തിനും നടക്കാൻ ചാൻസ് ഉണ്ടോയെന്ന്. ജെറ്റ് പോകുന്നത് ഞാൻ അപ്പോഴേ പറയുന്നതാണ് ഈ ഷിപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, ഞാനാണെങ്കിൽ കെമ്മിൻ്റെ പീമിൻ്റെ ഷിപ്പിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനാ വിഷയം അവിടെ തന്നെ കട്ട് ചെയ്തങ്ങ് വിടുന്നുണ്ട്. എന്നിട്ട് ഇവർ പോകാനായിട്ട് ഇറങ്ങുന്നത് പീമ്
ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവർ പോയി കഴിയുമ്പോൾ ഭീമാണെങ്കിൽ ആ 2 പിള്ളേരിൽ ഒരാളടുത്ത് പറയുന്നുണ്ട്, നീയാണെങ്കിൽ അവരെ ഫോളോ ചെയ്യണം, നടക്കുന്നതെല്ലാം എന്നെ അറിയിക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കണം, നിൻ്റെ ഒരു കണ്ണ് അവരോട് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ പയ്യൻ അവരെല്ലാവരും സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ ഞാൻ കെമ്മിനെ ശ്രദ്ധിക്കണോ അതോ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിള്ളേർ അവനെ കളിയാക്കാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിള്ളേരെ അടിക്കാനായിട്ടൊരു കമ്പെടുക്കുന്നുണ്ട്. പിള്ളേർ ആ നേരം കൊണ്ട് വാങ്ങി പോകുന്നുണ്ട്. എന്തായാലും പിന്നീട് ഇവരാണെങ്കിൽ ആ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഓരോന്ന് കണ്ടിങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ പാട്ട് വയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ വാ നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് കെമ്മിനെ വിളിക്കുമ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയുന്നുണ്ട്. പോങ്ങിനെ വിളിക്കുമ്പോൾ അയ്യോ നിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നത് എനിക്ക് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് അവനെ ഒഴുകി മാറുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ചാണിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചാണപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറയുമ്പോൾ പിന്നെ നീ ഒരു ഇൻട്രോവേർട്ട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അവനെയും കൊണ്ടങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന ടൈമിന് ചാണാണെങ്കിൽ കളിക്കുന്നൊന്നുമില്ല, ജെറ്റാണ് ഭയങ്കരമായിട്ട് കളിക്കുന്നത്. ഇവൻ്റെ ഡാൻസ് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും എനിക്ക് ഈ പയ്യനെ പരിചയമില്ല, എനിക്ക് യാതൊരു പരിചയമില്ല, ഞാൻ ഇവൻ്റെ കൂടെ വന്നതേ അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ ആകെ ഒരു അല്പം ലൈഫേ ഉള്ളൂ, അതെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്, ഡാൻസ് കളിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചാണം ഇവൻ്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ ചാണാണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെ തന്നെ ജെറ്റിനെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സമയം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് പിള്ളേരാണെങ്കിൽ ഭീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിൽ കെമ്മിൻ്റെ കയ്യിൽ പോങ്ങ് പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഭീമിന് ജലസാവുന്നുണ്ട്. എന്നാൽ ഭീമ പിള്ളേരെടുത്ത് എനിക്ക് അതൊന്നും അല്ല കേൾക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പിള്ളേരോട് മിണ്ടായിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേ ടൈമിന് പോങ്ങും പിന്നെ കെമ്മും കൂടെ ആയിട്ട് ഒരു ഹോണ്ടഡ് ഹൗസിലൊക്കെ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. എന്നിട്ട് പോങ്ങാണെങ്കിൽ നമുക്ക് മറ്റൊരു റൈഡിൽ കയറിയാലോ, എനിക്കിനടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. കെമ്മിന് അത് വേണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് കയറണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇല്ല നീ വാ, അവിടെ ചെന്നാലേ എനിക്ക് പറയാനുള്ള സംഭവത്തിന് കറക്റ്റ് ഒരു വൈബ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ സോറി ഞാൻ നിങ്ങളെ ബ്രദറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നീ എന്നെ റിജക്റ്റ് ചെയ്തല്ലോ, എന്തോ ഇതിന് റീസൺ ഉണ്ടോ, അത് നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് ലൈഫിൽ ഇപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കെമ്മ് പറയുന്നുണ്ട്. എന്നിട്ട് വാ നമുക്കിനി എന്തായാലും വല്ല ജ്യൂസ് വല്ലതും വാങ്ങിച്ച് കുടിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിന് തന്നെ അവിടെ ചാണം ചുറ്റും കൂടെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് വേറെ ഏരിയയിൽ മാറി നിന്നിട്ട് അവരിങ്ങനെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കെമ്മും പോങ്ങും എവിടെയായിരിക്കും ഉണ്ടാവുക എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. ഇതേ ടൈമിന് കെമ്മും പോങ്ങും കൂടെ ആയിട്ട് ഡ്രിങ്ക്സ് വല്ലതും വാങ്ങിച്ചു കുടിക്കാമെന്ന് പറഞ്ഞ് പോകാനായി നിൽക്കുമ്പോഴത്തേക്കും ക്ലായ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനും അവൻ്റെ ഗ്യാങ്ങും വരുന്നുണ്ട്. പോങ്ങിന് നേരത്തെ പരിചയമുള്ള കുറച്ച് ടീംസാണ് അവർ. സത്യം പറഞ്ഞ് ക്ലായും പോങ്ങും എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒന്ന് നന്നായിട്ട് സംസാരിച്ച് വരുന്നുണ്ടെങ്കിലും പിന്നീട് അവരവൻ്റെ അടി ഉണ്ടാകാനായിട്ട് പോവാണ്. ആ ടൈമിന് നമുക്ക് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ആവാന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കെമ്മ് ശ്രമിക്കുന്നുണ്ട്. വർക്കൗട്ട് ആവുന്നില്ല. ചെറുതായിട്ടൊന്ന് അടിയാകുമ്പോഴത്തേക്കും പോങ്ങാണെങ്കിൽ ക്ലായിനെ ചവിട്ടിയിട്ടിട്ട് കെമ്മിനെ വിളിച്ചിട്ട് ഓടി പോകുന്നുണ്ട്. അതേസമയം തന്നെ ജെറ്റും ചാണും അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടിട്ട് ഇവർ പറയുന്നുണ്ട് ഓടിക്കോ എന്ന്. എന്നാൽ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ക്ലായൊക്കെ നേരെ ഇവരുടെ അടുത്തേക്ക് വരാണ്. ജെറ്റിനെ ക്ലായ്ക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ നീയും അവരോട് വന്നതാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജെറ്റ് ആ ടൈമിന് ചാണിൻ്റെ അടുത്ത് ഓടാൻ റെഡി ആയിക്കോ എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു തീരുന്നില്ല, അതിനും തന്നെ ചാൺ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ജെറ്റും പുറകെ ഓടുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ക്ലായാണെങ്കിൽ പുറകെ പോകുന്നില്ല. ക്ലായിൻ്റെ ബ്ലാക്ക് മാജിക് ഉണ്ടായിരുന്നു. അയാൾ ഇവർക്ക് നേരെ ഒരു മന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരുപാട് തേനീച്ചകൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ അത് വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇവരെ ടാർഗറ്റ് ചെയ്ത് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ജെറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ തേനീച്ചകൾ വന്ന് കൂടുന്നതുകൊണ്ട് തന്നെ എസ്കേപ്പ് ആവാനും പറ്റുന്നില്ല. ആ ടൈമിൽ ജെറ്റാണെങ്കിൽ നിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ലൈറ്റർ ഇല്ലേ, അത് വെച്ച് കത്തിച്ചിട്ട് ഇതിനെ കൊട്ടിച്ച് ആണിനെയും കെമ്മിനെയും കൊണ്ട് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർ മുന്നിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജെറ്റാണെങ്കിൽ അവൻ്റെ മന്ത്രം പ്രയോഗിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ നേരെ ഒരുപാട് തേനീച്ചകളും വരുന്നുണ്ട്. എന്നാൽ അവനെ ഒറ്റയ്ക്ക് വിടുന്നില്ല. അങ്ങോട്ട് പോയ ചാണാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്. ഇവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ചാണിന് മുമ്പ് ഭീം കൊടുത്തായ രുദ്രാക്ഷം അതിൻ്റെയൊക്കെ ഒരു പവർ വെച്ചിട്ട് ഇവർക്കൊരു പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവരൊന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. എന്നിട്ട് അവരെ എങ്ങോട്ടേക്ക് ഓടി ഒളിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ പിള്ളേർ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിന്നിട്ട് ഭീമിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഭീമും അവൻ്റെ മന്ത്രം വെച്ചിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതേസമയം ക്ലായും അവൻ്റെ ആൾക്കാർ ഇവരെ വെറുതെ വിടുന്നില്ല. 2 ടീമായിട്ട് ഇവരെ എല്ലാവരും അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അതേ ടൈമിൽ ജെറ്റും ചാണും ഒരു വണ്ടിയുടെ മുകളിലായിട്ട് ആരും കാണാത്ത രീതിയിൽ കയറി കിടക്കുന്നുണ്ട്. അവർ നല്ല ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ചാണാണെങ്കിൽ ജെറ്റിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ആ ഒരു കുഞ്ഞു കൊച്ചിൽ ഒരാൾ വന്നിട്ട് അവരെല്ലാവരും പോയി നിങ്ങൾ ഇനി എഴുന്നേറ്റോളാനായിട്ട് പറയുന്നുണ്ട്. ഇതേ ടൈമിന് പോങ്ങിനെയും കെമ്മിനെ വേറെ കുറേ തേനീച്ചകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലായും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഭീമിൻ്റെ ആ ഒരു മന്ത്രം അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവരും രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ പോങ്ങിന് കുറേ തേനീച്ചയുടെ കുത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ മയങ്ങി വീഴുന്ന പോലെ പോകുന്നുണ്ട്. ജെറ്റും ചാണും വരുന്നുണ്ട്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് പോങ്ങിനെ നേരെ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഭീമാണെങ്കിൽ അവൻ്റെ ദേഹത്ത് പ്രയോഗിച്ച് ബ്ലാക്ക് മാജിക് എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവൻ ഓക്കെ ആവുമെന്നും പറയുന്നുണ്ട്. ജെറ്റും ചാണും കൂടെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഈ റൂമിൽ കിടക്കാൻ പറ്റില്ല, നീയും പോകും ഇവിടെ കിടന്നോ, ഞാനും ചാണും വേറെ എവിടെയെങ്കിലും കിടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. സമയം ഭീമിന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും കെമ്മ് കുറേ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ കേടായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും റെഡിയാക്കി തരാമെന്ന് കെമ്മ് പറയുന്നുണ്ട്. എന്നാൽ ഭീമ് ഇല്ല നീ അത് തന്നെ
കിടന്നോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കെമ്മാണെങ്കിൽ അത് റെഡിയാക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ചാണും ചെറ്റും ഉറങ്ങാനായിട്ട് പോയി കിടക്കുമ്പോൾ ഇവർ രണ്ടുപേരുടെ ഇടയിൽ കുറേ തലേണ വെച്ചിട്ട് ചാണാണെങ്കിൽ ഒരു മതിൽ തന്നെ പണിയുന്നുണ്ട്. ആ സമയം ജെറ്റ് ഇത് കണ്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ചാണപ്പോൾ അത് പിന്നെ എനിക്കാണെങ്കിൽ ഒരാളുമായിട്ട് റൂം ഷെയർ ചെയ്ത് അങ്ങനെ ഒരു പരിചയമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് നീ എന്തൊക്കെയാണ് പറയുന്നത്, ഇത്രയും ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് റൂം ഷെയർ ചെയ്തതിനല്ലേ കിടന്നത് എന്ന് പറയുമ്പോൾ അത് പിന്നെ നീയുമായിട്ട് അങ്ങനെ റൂം ഷെയർ ചെയ്ത്, അതായത് നമ്മുടെ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, അങ്ങനെ എനിക്ക് പരിചയമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും വിചാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ടൈമിൽ ജെറ്റാണെങ്കിൽ കുറച്ച് ദിവസമായി നീയാണെങ്കിൽ എന്തൊക്കെയോ പോലെ പെരുമാറുന്നു, എന്തോ കള്ളത്തരമുണ്ടല്ലോ, സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ചാണൊന്നുമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ജെറ്റാ സമയം നീ കുറേ ദിവസമായിട്ട് ജിന്നെന്ന് പറഞ്ഞിട്ട് ആരും പേര് പറയുന്നുണ്ട്, അത് ആരതിൻ്റെ ലവറാണോ, ഇനി കള്ളത്തരം പറയില്ല, മര്യാദയ്ക്ക് സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എന്തോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. വീണ്ടും ഭീമിനെയും കെമ്മിനെയും കാണിക്കുമ്പോൾ ഭീം ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ കെമ്മാണെങ്കിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭീമിനെ വിളിക്കുന്നുണ്ട്. അതേ ടൈം ഭീമാണെങ്കിൽ പ്രയോഗിച്ച ഒരു മന്ത്രം അതാണെങ്കിൽ ഒരു തേനീച്ചയുടെ ഷേപ്പിലായിരുന്നു ഇവരെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ കൈ കൊണ്ട് പിടിക്കാനായിട്ട് കെമ്മിനോട് പറയുന്നുണ്ട്. കെമ്മത് പിടിക്കുമ്പോഴത്തേക്കും അതൊരു ചെറിയ കല്ലുകൊണ്ടുള്ള തേനീച്ചയുടെ രൂപമായിട്ട് മാറുന്നുണ്ട്. അതാണോ തന്നെ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭീമാണെങ്കിൽ അതേന്നും പറയുന്നുണ്ട്. ശിവരൻ്റെ അകത്തേക്ക് കയറി പോവാണ്. ഭീമ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാൻ പോകുന്ന ടൈമിലാണ് കെമ്മിൻ്റെ പുറകിലായിട്ട് അവൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ചുമന്ന് കിടക്കുന്നൊരു പാട് കാണുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നേരത്തെ എസ്കേപ്പ് ആവുന്ന ടൈമിന് ആ കൂട്ടത്തിൽ ആരോ ഒരാൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞതായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭീം എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കെമ്മിനെ നോക്കുന്നുണ്ട്. ഇതേ ടൈമിന് ആണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജെറ്റാണെങ്കിൽ എൻ്റെ പൊന്നെ ഒരു കഥ പോലെ ഉണ്ടല്ലോ, അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നീയും ഞാനും പിന്നെ കെമ്മും ഫ്രണ്ട്സ് ആയിരുന്നു, എന്നിട്ട് നീയും ഞാനും ഡേറ്റിംഗ് ആയിരുന്നു, കൊള്ളാം കൊള്ളാം അടിപൊളി, പക്ഷേ നീ എന്തിനാണ് എനിക്കിപ്പോൾ ടെൻഷൻ അടിക്കുന്നത്, നമ്മുടെ ഒരുമിച്ച് കിടന്നെന്നും പറഞ്ഞൊന്നും സംഭവിക്കത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആണപ്പോൾ എനിക്കെന്തോ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നല്ല ഡൗട്ടുണ്ട്. അത് പിന്നെ എനിക്കത് കഴിഞ്ഞ ജന്മത്തിലെ ഫീലിങ്സ് ആണോ അത് ഈ ജന്മത്തിൽ എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ആ സമയം എനിക്കതിന് അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, നീ ഇവിടെ തന്നെ കിടന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമ്മുടെ എപ്പോഴും അടി വെച്ച് ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് എനിക്കും ഇങ്ങനെയൊക്കെ എപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ജെറ്റ് പെട്ടെന്ന് കയറിയിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ആണെന്ന് ഷോക്കായി പോകുന്നുണ്ട്. ആ ടൈമിന് ജെറ്റാണെങ്കിൽ നിനക്ക് ഞാനിപ്പോൾ ചെയ്തത് ഇഷ്ടപ്പെട്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നീ പെട്ടെന്ന് ചെയ്തുകൊണ്ട് എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഒന്നുകൂടെ കിസ് ചെയ്തോട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് കിസ് ചെയ്യുന്നുണ്ട്. കിസ് മാത്രമല്ല ഇൻറ്റിമേറ്റ് വരെ ആവുന്നുണ്ട്. ഈ സമയം കെമ്മിൻ്റെ ദേഹത്തുള്ള ഒരു മുറിവ് കണ്ടിട്ട് പീം പോയി മരുന്നെടുത്തിട്ട് വരുന്നുണ്ട്. താനത് അപ്ലൈ ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് അവനോട് തിരിഞ്ഞിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ മരുന്ന് വെച്ച് കൊടുക്കുന്ന ടൈമിന് പീമിന് ഭയങ്കര ദേഷ്യമുള്ളതുപോലെ കെമ്മിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുപറ്റി, എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിൻ്റെ അടുത്തല്ല, നിന്നെ നേരെ നോക്കാത്തതുകൊണ്ട് പോകിനോട് ദേഷ്യമുണ്ട്, നിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തവരോടും എനിക്ക് ദേഷ്യമുണ്ട്, നീ എൻ്റെ അടുത്ത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് ചോദിച്ച് ഹെൽപ്പിനായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, നീ എൻ്റെ സ്ഥലത്തല്ലേ നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ അർത്ഥം നീ ഇപ്പോൾ എൻ്റേതാണെന്നാണ്, എന്നിട്ടും നിന്നെ ഞാനല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് കിസ് ചെയ്യാൻ പോകുന്നവരെ ക്ലോസ് ആയിട്ട് പോകുന്നുണ്ട്. കെമ്മപ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ അവൻ ഡൈനിങ് ടേബിളിൽ ചെന്നിട്ട് അങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. കീമപ്പോൾ കിസ് ചെയ്യാനായിട്ട് അവൻ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.